ഷെബിനയുടെ ഭർത്താവിന്റെ അമ്മാവൻ ഹനീഫ, ഭർത്തൃമാതാവ് നഫീസ, ഭർത്തൃ സഹോദരി അഫ്സത്ത് എന്നിവർക്കാണ് ഉപാധികളുടെ ജാമ്യം. അനുമതിയില്ലാതെ വിദേശത്ത് പോകരുതെന്നും സാക്ഷികളെ സ്വാധീനിക്കരുതെന്നും കോടതി നിർദ്ദേശിച്ചു. ആഴ്ചയിൽ ഒരു തവണ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാവണം. ആരോഗ്യസ്ഥിതി പരിഗണിച്ച് ഭർത്തൃപിതാവിന് നേരത്തെ മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. കേസിൽ IPC 306 ചേർത്തത് ശരിയല്ലെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ അഡ്വക്കേറ്റ് ശ്രീജിത്ത് പറഞ്ഞു. ഷെബിനയുടെ ആത്മഹത്യയും വീട്ടിലെ വിഷയങ്ങളും തമ്മിൽ ബന്ധമില്ലെന്നാണ് പ്രതിഭാഗത്തിന്റെ പ്രധാന വാദം. കോടതിയുടെ മെയിൻ വിലയിരുത്തൽ 306 നിൽക്കില്ല എന്നുള്ള നിലയ്ക്കാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷബ്ന 2 വർഷം മുമ്പേ വീട്ടിൽ പോയി. പിന്നെ ഈ സംഭവത്തിൻ്റെ 2 ദിവസം മുമ്പേ അവർ തിരിച്ചു വരുന്നു. പിന്നീട് അവർ പോയിട്ട് 4-ാം തീയതി അവരൊരു വാടക വീട് അറേഞ്ച് ചെയ്തിട്ട് വരുവാണ്. അപ്പം അങ്ങനെ വാടക വീട് അറേഞ്ച് ചെയ്ത് വരുമ്പം തന്നെ അവരുടെ ഇൻറ്റൻഷൻ ഒരു സൂയിസൈഡൊന്നും അല്ല. ഷെബിനയുടെ മരണത്തിന് പിന്നാലെ ഗാർഹിക പീഡനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. വടകര DYSP P ഹരിപ്രസാദ് നേതൃത്വത്തിലാണ് അന്വേഷണം. ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തിരുന്നു. റിപ്പോർട്ടർ, കോഴിക്കോട്.